നിങ്ങൾ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളാണോ എങ്കിൽ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടോ? വിൻഡോസ് ലാപ്ടോപ്പ് ആണോ നല്ലത് അല്ലെങ്കിൽ മാക്ബുക്ക് ആണോ നല്ലതെന്ന്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് മാക്ബുക്ക് ആണ് നല്ലത് അല്ലെങ്കിൽ വിൻഡോസ് ആണ് നല്ലത്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് അറിയോ? ഒരാളുടെ ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അവരുടെ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറുടെ പേർപ്പസ് അല്ലെങ്കിൽ യൂസേജ് അനുസരിച്ച് ഡിഫർ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ മാക്ബുക്കും വിൻഡോസ് ലാപ്ടോപ്പും തമ്മിലുള്ള മേജർ ഡിഫറൻസസ്, പ്രോസ് ആൻഡ് കോൺസ്, അതുപോലെ ഏതൊക്കെ ലാപ്ടോപ്പ് ആർക്കൊക്കെയാണ് അനുയോജ്യമായത് എന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ. ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 5 മേജർ പോയിന്റ്സ് ഉണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ, ബാറ്ററി ലൈഫ്, പെർഫോമൻസ്, ബിൽഡ് ക്വാളിറ്റി ആൻഡ് ചാർജിങ് ആൻഡ് പോർട്ടബിലിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ മേജർ പോയിന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ നോക്കാം. ഒരു മാക്ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആപ്പിൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതായത് മാക്ബുക്കിൽ നമ്മൾ കാണുന്ന ഡിസ്പ്ലേ, കീബോർഡ്, ട്രാക്ക് പാഡ്, ദെൻ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ മാക് OS, ഇതെല്ലാം ആപ്പിൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് മാക്ബുക്കിന് ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഏതൊരു മാക്ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അതിന്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഹാർഡ്വെയർ ഒപ്റ്റിമൈസേഷൻ പക്ക സ്മൂത്ത് ആയിരിക്കും. ഈ ഒരു പെർഫോമൻസ് കൊണ്ട് യൂസർ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലെസ് ലാഗ്, ബെറ്റർ സ്റ്റെബിലിറ്റി ആൻഡ് സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് ആണ്. ഇനി ഇതേ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ നമ്മൾ വിൻഡോസ് ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഓരോ ബ്രാൻഡുകൾ, അതായത് HP, ഡെല്ല്, ലെനോവോ, എസ്യൂസ്, ഏസർ, ഇവരുടെയൊക്കെ ഹാർഡ്വെയർ ചെയ്യുന്ന ഒരു കമ്പനിയും സോഫ്റ്റ്വെയർ ചെയ്യുന്നത്, അതായത് OS ചെയ്യുന്നത് മൈക്രോസോഫ്റ്റും ആണ്. ഇതുകൊണ്ട് വരുന്ന മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിവൈസിന്റെ സ്പെക്കിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളെ പെർഫോമൻസിന് മാറ്റർ ചെയ്യും. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് വിൻഡോസ് ലാപ്ടോപ്പിൽ വരുന്ന നമ്മളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിരവധി ബ്രാൻഡുകളിൽ നമുക്ക് ആവശ്യമായ ബഡ്ജറ്റ് റേഞ്ചിനുള്ളിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ ലഭ്യമാണ്. അതേ സമയത്ത് മാക്ബുക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സലന്റ് ഒപ്റ്റിമൈസേഷൻ, സ്റ്റേബിൾ പെർഫോമൻസ് ആൻഡ് കൺസിസ്റ്റന്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത മേജർ പോയിന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കാം. പെർഫോമൻസിന്റെ കാര്യത്തിൽ ആപ്പിൾ സിലിക്കൺ ചിപ്സ് വളരെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ M1 സീരീസ് ചിപ്പ് മുതൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ M5 സീരീസ് ചിപ്പ് വരെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഒരുപാട് ആപ്സുകൾ ഒരേ സമയം പ്രവർത്തിച്ചാലും മാക്ബുക്ക് വളരെ സ്മൂത്ത് ആയി തന്നെ പോകും. വീഡിയോ എഡിറ്റിംഗ്, പ്രോഗ്രാമിംഗ്, മ്യൂസിക് പ്രൊഡക്ഷൻ, ഗ്രാഫിക് ഡിസൈനിങ് എന്നിവയുള്ള വർക്കുകൾക്ക് മാക്ബുക്ക് ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിൻഡോസ് ലാപ്ടോപ്പുകളിൽ വളരെ പെർഫോമൻസ് നൽകുന്ന ഒരുപാട് ഡിവൈസസ് അവൈലബിൾ ആണ്. ഇന്റൽ കോർ i9, ഇന്റൽ i7, ഇന്റൽ അൾട്രാ സീരീസ്, അതുപോലെ തന്നെ AMD റൈസൻ സീരീസ് എന്നീ ചിപ്പുകൾ വളരെ പെർഫോമൻസ് നൽകുന്നു. പക്ഷേ ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ വരുന്ന ബാക്കി ഫീച്ചേഴ്സ് ആയ RAM, SSD ഇതിന്റെ മുകളിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ മാക്ബുക്കും വിൻഡോസ് ലാപ്ടോപ്പും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണോ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫീൽഡ്, ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡ്, മ്യൂസിക് പ്രൊഡക്ഷൻ ഇങ്ങനത്തെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്മൂത്ത് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാക്ബുക്ക് തന്നെയാണ്. അന്നേരത്ത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, CAD സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ആളാണ്, 3D റെൻഡറിംഗ് ഇങ്ങനത്തെ കുറച്ചും കൂടി ഹെവി വർക്ക് വരുന്ന നേരത്ത് നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? ഒരു വിൻഡോസിന്റെ അത്യാവശ്യം നല്ല സ്പെക്കിൽ വരുന്ന ഒരു i9 അല്ലെങ്കിൽ i7 മേലോട്ട് ഗ്രാഫിക്സ് കാർഡ് വരുമ്പോൾ തന്നെ ഒരു 40-50 എബോവ് വരുന്ന സ്പെക്കിൽ വരുന്ന മോഡൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ബെനിഫിറ്റ് ചെയ്യുക. അടുത്ത കീ പോയിന്റ് ആണ് ബാറ്ററി ലൈഫ്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാക്ബുക്കിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഒരൊറ്റ ചാർജിൽ തന്നെ നമുക്ക് മണിക്കൂറോളം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാക്ബുക്കിന്റെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് വരുന്നത്. ഇനി ഇത് തന്നെ വിൻഡോസ് ലാപ്ടോപ്പിലേക്ക് വരുന്ന നേരത്തെ ലാപ്ടോപ്പിന്റെ മോഡലിനനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് ഡിഫർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഗെയിമിംഗ് സീരീസ് ആണ് എടുത്തതെങ്കിൽ അതിന്റെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവായിരിക്കും. അന്നേരത്തെ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്താണ് കുറച്ചും കൂടി കൂടുതലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഡെയിലി പ്രൊഡക്ടിവിറ്റിയും ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ മാക്ബുക്ക് ആണ് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ലാപ്ടോപ്പ് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാക്ബുക്കിന്റെ യൂണി ബോഡി അലൂമിനിയം ഡിസൈൻ പ്രീമിയം ഫീൽ നൽകുന്നു. ബോഡി ഫ്ലെക്സ് കുറവാണ്, അതുപോലെ ഹിഞ്ചസ് കുറച്ചുകൂടി ശക്തമാണ്. കൂടാതെ വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു പ്രീമിയം ലുക്ക് നിലനിർത്താൻ സാധിക്കും. വിൻഡോസ് ലാപ്ടോപ്പുകളിൽ ബിൽഡ് ക്വാളിറ്റി അതിന്റെ ലാപ്ടോപ്പ് മോഡൽ അനുസരിച്ച് മാറാം. പ്രീമിയം ബിൽഡ് ക്വാളിറ്റി വരുന്ന മോഡൽസും ഉണ്ട്. അതുപോലെ ബഡ്ജറ്റ് മോഡൽസിലേക്ക് നോക്കുന്ന നേരത്ത് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലോങ് ടേം നോക്കുന്ന നേരത്ത് വളരെ കുറവാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 5ാമത്തെ പോയിന്റ് ആയിരുന്നു ചാർജിങ് ആൻഡ് പോർട്ടബിലിറ്റി. ലാപ്ടോപ്പ് ക്യാരി ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് ചാർജിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്ബുക്കിൽ USB-C ചാർജിങ് ഉപയോഗിക്കുന്നതിനാൽ മാക്ബുക്ക്, ഐപാഡ്, ചില ആൻഡ്രോയിഡ് ഫോൺസ് എന്നിവ ചാർജ് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റർ ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് എന്തുകൊണ്ടും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.
വിൻഡോസ് ലാപ്ടോപ്പുകളിലും ചില മോഡലുകളിൽ ഇപ്പോഴും USB-C ചാർജിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ പണ്ട് നമ്മൾ കണ്ടുവരുന്ന ചാർജിംഗ് ബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ പോർട്ടബിലിറ്റിന്റെ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്ബുക്ക് ആണ് ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ഏതാണ് വാങ്ങേണ്ടത് എന്ന് നോക്കാം. സ്റ്റുഡൻസ്, ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, പ്രോഗ്രാമേഴ്സ് എന്നിവർക്കാണെന്നുണ്ടെങ്കിൽ മാക്ബുക്ക് ആണ് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ്. സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസും മാക്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിമേഴ്സ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, CAD സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് വിൻഡോസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പ് ആണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നിങ്ങൾക്ക് മാക്ബുക്ക് ആണോ വിൻഡോസ് ആണോ നല്ലത്? ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഫ്രീലാൻസിങ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഇങ്ങനത്തെ ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മാക്ബുക്ക് ആണ് എന്തുകൊണ്ടും ബെറ്റർ ചോയ്സ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ ബാറ്ററി ബാക്കപ്പ്, സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇതെല്ലാം മാക്ബുക്കിന് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ആ ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി വർക്കുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി വിൻഡോസ് ലാപ്ടോപ്പിന്റെ കേസിൽ വരുന്നത് ഗെയിമിംഗ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് വിൻഡോസ് സോഫ്റ്റ്വെയർ, CAD സോഫ്റ്റ്വെയർസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. എസ്പെഷ്യലി ഗെയിമിംഗ് വരുന്ന നേരത്ത്. മാക്ബുക്കിൽ ഗെയിമിംഗ് ലഭ്യമല്ല എന്നല്ല, ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ ഡിസിഷൻ ആണ്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ലാപ്ടോപ്പ് തന്നെ തിരഞ്ഞെടുക്കുക. കൂടുതൽ മാക് ടിപ്സ്, ബൈയിങ് ഗൈഡ്സ് ആൻഡ് ടെക് കമ്പാരിസൺ എന്നിവയ്ക്ക് വേണ്ടി മാക്സോളിനെ ഫോളോ ചെയ്യുക.